വരന്തരപ്പള്ളി കലവറക്കുന്ന് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ 5 വയസ്സുകാരന് മരുന്ന് മാറി നൽകിയ സംഭവം ഡെപ്യൂട്ടി ഡിഎംഒയുടെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചു. സർക്കാർ സ്കൂളുകൾക്കായി MLA ഫണ്ട് ഉപയോഗിച്ച് വാങ്ങിയ ബസ്സുകൾ തുരുമ്പെടുത്ത് നശിക്കുന്നു. അന്തിക്കാട് ബ്ലോക്കിലെ 3 പഞ്ചായത്തുകളിലായി സർക്കാർ സ്കൂളുകൾക്കായി അനുവദിച്ച ബസ്സുകളാണ് തുരുമ്പെടുത്ത് നശിക്കുന്നത്. മൂർക്കനാട് ഇരട്ട കൊലപാതക കേസിലെ 2 പ്രതികൾ കൂടി പിടിയിലായി. പുറത്തുശ്ശേരി സ്വദേശികളായ അഭിഷേക്, ഡിവിൻ എന്നിവരാണ് അറസ്റ്റിലായത്. ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 16 ആയി. അന്തിക്കാട് മങ്ങാട് കടന്നൽ കുത്തേറ്റ് ചികിത്സയിലായിരുന്ന +2 വിദ്യാർത്ഥി മരിച്ചു. തളിക്കുളം സ്വദേശി അനന്തു കൃഷ്ണനാണ് മരിച്ചത്. പാലപ്പള്ളി കുണ്ടായി ചൊക്കന പ്രദേശത്ത് വീണ്ടും പുലിയിറങ്ങി. പട്രോളിംഗിനിറങ്ങിയ വനപാലകരാണ് റബ്ബർ തോട്ടത്തിൽ പുലിയെ കണ്ടത്. വേലൂരിൽ തെരുവു നായ്ക്കളുടെ ആക്രമണത്തിൽ 4 ആടുകൾ ചത്തു. വാർത്തകൾ വിശദമായി. വരന്തരപ്പള്ളി കലവറക്കുന്ന് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ 5 വയസ്സുകാരനെ മരുന്ന് മാറി നൽകിയെന്ന പരാതിയിൽ ഡെപ്യൂട്ടി ഡിഎംഒയുടെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചു. വരന്തരപ്പള്ളി കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ഫാർമസിസ്റ്റിനെതിരെയാണ് പരാതി. ഡോക്ടർ എഴുതി നൽകിയ മരുന്ന് ഫാർമസിസ്റ്റ് തെറ്റി നൽകിയെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. കുട്ടിയുടെ പിതാവിന്റെ പരാതിയിലാണ് അന്വേഷണം. നിലവിൽ കുട്ടിയുടെ ആരോഗ്യസ്ഥിതി തൃപ്തികരമാണ്. അതേസമയം മാറി നൽകിയെന്ന് പറയുന്ന മരുന്ന് ആ സമയത്ത് വരന്തരപ്പള്ളി ആശുപത്രിയിൽ സ്റ്റോക്ക് ഉണ്ടായിരുന്നില്ല എന്നാണ് അധികൃതരുടെ വിശദീകരണം. ഈ വിഷയവും പരിഗണിച്ചാകും ഡെപ്യൂട്ടി ഡിഎംഒ അന്വേഷണം നടത്തുക. സർക്കാർ സ്കൂളുകൾക്കായി MLA ഫണ്ട് ഉപയോഗിച്ച് വാങ്ങിയ ബസ്സുകൾ പലയിടത്തും തുരുമ്പെടുത്ത് നശിക്കുന്നു. അന്തിക്കാട് ബ്ലോക്കിലെ 3 പഞ്ചായത്തുകളിലായി സർക്കാർ സ്കൂളുകൾക്കായി അനുവദിച്ച ബസ്സുകളാണ് തുരുമ്പെടുത്ത് നശിക്കുന്നത്. കുട്ടികൾക്കും സ്കൂളിനും വേണ്ടി ഓടിയത് 6 മാസം. പിന്നെ ടാർപോളിൻ ഷീറ്റിന് കീഴെ അന്തമില്ലാത്ത വിശ്രമം. കുട്ടികൾക്ക് പ്രയോജനപ്പെടേണ്ട ബസ്സുകൾ ആക്രി വിലയ്ക്ക് വിൽക്കേണ്ട അവസ്ഥയാണിപ്പോൾ. കണ്ടശാങ്കടവ് പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി സ്കൂൾ, പുത്തൻപീടിക LP സ്കൂൾ, ചാഴൂർ കുറുമ്പിലാവ് LP സ്കൂൾ എന്നിവിടങ്ങളിലാണ് ബസ്സുകൾ നശിക്കുന്നത്. കണ്ടശാങ്കടവ് പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി സ്മാരക സ്കൂളിന് PA മാധവൻ MLA ആയിരിക്കെയാണ് ബസ് അനുവദിച്ചത്. പുതുമോടിയിൽ 6 മാസമാണ് ബസ് ഓടിയത്. ഡ്രൈവറുടെ ശമ്പളത്തിനും ബസിന്റെ അറ്റകുറ്റപ്പണിക്കുമായുള്ള ചിലവ് താങ്ങാനാവാതെ വന്നതോടെ ബസ് ഒഴിഞ്ഞ ഇടത്തേക്ക് മാറ്റിയിട്ടു. കഴിഞ്ഞ ഓണക്കാലം വരെ ഓടിയിരുന്നതാണ് പുത്തൻപീടിക LP സ്കൂളിലെ ബസ്. ഗീതാ ഗോപി MLA ആണ് സ്കൂളിന് 2012 ബസ് അനുവദിച്ചത്. ഇപ്പോൾ ബസ് ടാർപോളിൻ കൊണ്ട് മൂടിയിട്ടിരിക്കുകയാണ്. ബസ് അറ്റകുറ്റപ്പണി നടത്താനാകാത്ത അവസ്ഥയിലാണെന്നാണ് സ്കൂൾ അധികൃതർ പറയുന്നത്. ബസ് കണ്ടം ചെയ്ത് വിൽക്കണമെന്നും ഗ്രാമീണ റോഡുകൾക്ക് പറ്റിയ തരത്തിലുള്ള ചെറിയ വാഹനം അനുവദിക്കണമെന്നുമാണ് ആവശ്യം. ചാഴൂർ പഞ്ചായത്തിലെ കുറുമ്പിലാവ് സ്കൂളിന് ഗീതാ ഗോപി MLA ആയിരിക്കെ 6 വർഷം മുൻപ് അനുവദിച്ച ബസ് പുതുമോടിയിൽ ഏതാനും മാസം ഓടി. പിന്നെ കട്ടപ്പുറത്തായി. 31 സീറ്റിന്റെ വലിയ ബസ് ആയതിനാൽ നാട്ടിടവഴികളിലൂടെ ഓടിക്കാനാകില്ലെന്നാണ് സ്കൂളുകാർ പറയുന്നത്. ഈ ബസ് സർക്കാരിനെ തിരിച്ചേൽപ്പിച്ച് ചെറിയ ബസ് അനുവദിപ്പിക്കാനുള്ള നീക്കത്തിലാണ് പഞ്ചായത്ത് അധികൃതർ. അതേസമയം എയ്ഡഡ് സ്കൂളുകൾക്ക് MP MLA ഫണ്ടിൽ നിന്നും അനുവദിച്ച ബസ്സുകൾ ഓടുന്നുണ്ട്. വിഘ്നങ്ങൾ ഏതും ഇല്ലാതെ തന്നെ. TCV ന്യൂസ്, തൃശൂർ. മൂർക്കനാട് ഇരട്ട കൊലപാതക കേസിലെ 2 പ്രതികൾ കൂടി പിടിയിലായി. പുറത്തുശ്ശേരി സ്വദേശികളായ തേറാട്ടിൽ വീട്ടിൽ അഭിഷേക്, പടാട്ടി വീട്ടിൽ ഡിവിൻ എന്നിവരാണ് അറസ്റ്റിലായത്. ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 16 ആയി. ഏപ്രിൽ 3-നാണ് മൂർക്കനാട് ആലുംപറമ്പിൽ സംഘർഷം നടന്നത്. സംഘം ചേർന്ന് ചേരിതിരിഞ്ഞു നടന്ന സംഘർഷത്തിൽ 6ഓളം പേർക്ക് കുത്തേറ്റിരുന്നു. ഇതിൽ വെളുത്തൂർ സ്വദേശി അക്ഷയ് സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. ആനന്ദപുരം സ്വദേശി പൊന്നത്ത് വീട്ടിൽ പ്രഭാകരന്റെ മകൻ സന്തോഷ് ചികിത്സയിലിരിക്കെയാണ് മരിച്ചത്. ഇരിഞ്ഞാലക്കുട DYSP കുഞ്ഞുമൊയ്തീൻകുട്ടി, CI മനോജ് ഗോപി, SI മാരായ ഹജാസ്, ഹബീബ്, ജയകൃഷ്ണൻ, സുധാകരൻ, ശ്രീധരൻ, സീനിയർ CPO ഉമേഷ്, വിപിൻ, ഗോപി, സ്പെഷ്യൽ ബ്രാഞ്ച് ഓഫീസർ സജിബാൽ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ പിടികൂടിയത്. കടന്നലിന്റെ കുത്തേറ്റ് ചികിത്സയിലായിരുന്ന +2 വിദ്യാർത്ഥി മരിച്ചു. തളിക്കുളം ബ്ലോക്ക് മുൻ വൈസ് പ്രസിഡന്റ് മിനി മുരളീധരന്റെയും തമ്പാൻകടവ് മാനങ്ങത്ത് മുരളീധരന്റെയും മകൻ 17 വയസ്സുള്ള അനന്തു കൃഷ്ണനാണ് മരിച്ചത്. ഏങ്ങണ്ടിയൂർ നാഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിയാണ്. കുടുംബം അന്തിക്കാട് മാങ്ങാട്ടുകരയിലാണ്. വാടക വീട്ടിൽ താമസം. വ്യാഴാഴ്ച വൈകിട്ട് വീടിന് മുകളിലെ വാട്ടർ ടാങ്ക് വൃത്തിയാക്കാൻ കയറിയപ്പോഴാണ് കടന്നലിന്റെ ആക്രമണമുണ്ടായത്. കുത്തേറ്റ് അലർജിയുണ്ടായതിനെ തുടർന്ന് ഒളരിയിലെ മദർ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും വെള്ളിയാഴ്ച രാവിലെ മരിക്കുകയായിരുന്നു. പാലപ്പള്ളി കുണ്ടായി ചൊക്കന പ്രദേശത്ത് വീണ്ടും പുലിയെ കണ്ടു. 1 മാസത്തിനിടെ 2ാം തവണയാണ് നാട്ടുകാർ പുലിയെ കാണുന്നത്. കഴിഞ്ഞ ദിവസം രാത്രി പട്രോളിംഗിനിറങ്ങിയ വനപാലകരാണ് റബ്ബർ തോട്ടത്തിൽ പുലിയെ കണ്ടത്.
വനപാലകരുടെ വാഹനത്തിന്റെ ശബ്ദം കേട്ടിട്ടും പുലി ഓടിപ്പോകാതെ പതുക്കെ നടക്കുന്ന രീതിയിലായിരുന്നു. ടോർച്ച് വെളിച്ചത്തിൽ വനപാലകരാണ് പുലിയുടെ ദൃശ്യങ്ങൾ മൊബൈൽ ക്യാമറയിൽ പകർത്തിയത്. 2 ആഴ്ച മുൻപ് ഈ പരിസരത്ത് റോഡ് മുറിച്ചു കടന്ന തോട്ടത്തിലൂടെ പായുന്ന പുലിയെ അതുവഴി വന്ന കാർ യാത്രക്കാർ കണ്ടിരുന്നു. ഒരാഴ്ചക്കിടെ പാലപ്പള്ളി മേഖലയിൽ പുലിയിറങ്ങി 3 പശുക്കുട്ടികളെയും മാനിനെയും ആക്രമിച്ച് കൊന്നിരുന്നു. ജനവാസ മേഖലയിൽ പുലിയിറങ്ങുന്നത് പതിവായതോടെ വനപാലകർ കഴിഞ്ഞ ദിവസം തോട്ടങ്ങളിൽ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചിരുന്നു. പുലിയുടെ സാന്നിധ്യം മനസ്സിലാക്കിയ ശേഷം പുലിയെ പിടികൂടുന്നതിനുള്ള കൂട് സ്ഥാപിക്കാനാണ് വനംവകുപ്പിന്റെ തീരുമാനം. ഇതിനിടെയാണ് ജനവാസ മേഖലയിൽ വീണ്ടും പുലിയെ കണ്ടത്. കാർ യാത്രക്കാർ കണ്ട പുലിയല്ല കഴിഞ്ഞ ദിവസം വനപാലകരുടെ മുന്നിൽപ്പെട്ടത് എന്നാണ് പ്രാഥമിക നിഗമനം. പ്രദേശത്ത് കൂടുതൽ പുലികൾ ഉണ്ട് എന്നത് ആശങ്കയ്ക്കിടയാക്കുന്നുണ്ട്. എത്രയും വേഗം പുലിയെ പിടികൂടുന്നതിനുള്ള കൂട് സ്ഥാപിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. വേലൂരിൽ തെരുവ് നായ്ക്കരുടെ ആക്രമണത്തിൽ 4 ആടുകൾ ചത്തു. 3 ആടുകൾക്ക് ഗുരുതരമായി പരിക്കേറ്റു. വേലൂർ വെങ്ങിലശ്ശേരി സുഭദ്ര നിവാസിൽ നാരായണൻ നമ്പ്യാരുടെ ആടുകളാണ് ആക്രമണത്തിന് ഇരയായത്. തെരുവ് നായ്ക്കൾ കൂട്ടമായി എത്തി ആടുകളെ ആക്രമിക്കുകയായിരുന്നു. പ്രദേശത്ത് തെരുവ് നായ്ക്കളുടെ ശല്യം രൂക്ഷമായി തുടരുകയാണ്. ഒരാഴ്ച മുൻപ് തെരുവ് നായ്ക്കളുടെ ആക്രമണത്തിൽ 4 ദിവസം പ്രായമായ പശുക്കുട്ടി ചത്തിരുന്നു. തെരുവ് നായയുടെ ശല്യം തടയാൻ നടപടിയെടുക്കണമെന്ന് വാർഡ് മെമ്പർ CD സൈമൺ ആവശ്യപ്പെട്ടു. മാള പഞ്ചായത്തിൽ ജൽജീവൻ മിഷൻ പദ്ധതി പൂർത്തിയാക്കുന്നതിൽ അനിശ്ചിതത്വം. പൈപ്പ് സ്ഥാപിക്കുന്നതിന് വേണ്ടി വെട്ടിപ്പൊളിച്ച റോഡ് പുനർനിർമ്മിക്കാതെ പോയത് സംബന്ധിച്ച് പഞ്ചായത്ത് അംഗങ്ങൾ അവലോകന യോഗത്തിൽ പ്രതിഷേധമറിയിച്ചു. പൊളിച്ച റോഡുകൾ 15 സെന്റിമീറ്റർ ആഴത്തിൽ മാത്രമാണ് കോൺക്രീറ്റ് ചെയ്യാനുള്ള കരാർ ഉള്ളതെന്ന് ജൽജീവൻ മിഷൻ പദ്ധതി അധികൃതർ അറിയിച്ചു. കുഴിമൂടുന്ന മണ്ണ് വേണ്ടതുപോലെ ഉറപ്പിക്കാതെ കോൺക്രീറ്റിംഗും ടാറിടലും നടത്തി താഴ്ന്നു പോയത് സംബന്ധിച്ച് 10ാം വാർഡ് മെമ്പർ ലിസി സേവ്യർ പരാതി ഉന്നയിച്ചു. അനാസ്ഥ അവസാനിപ്പിച്ച് കുറ്റമറ്റ രീതിയിൽ പ്രവൃത്തി പൂർത്തിയാക്കാൻ ജൽജീവൻ മിഷൻ അധികൃതർക്ക് VR സുനിൽകുമാർ MLA നിർദ്ദേശം നൽകി. വൈശാഖ മാസത്തിലെ അഭൂതപൂർവമായ ഭക്തജന തിരക്ക് കണക്കിലെടുത്ത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ശനിയാഴ്ച മുതൽ സ്പെഷ്യൽ ദർശനത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തും. ക്ഷേത്രത്തിലെത്തുന്ന ഭക്തർക്കെല്ലാം വേഗത്തിൽ ദർശനം നടത്തുന്നതിനായാണ് സ്പെഷ്യൽ ദർശനത്തിന് നിയന്ത്രണം ഏർപ്പെടുത്താൻ ദേവസ്വം ഭരണസമിതി തീരുമാനിച്ചത്. പൊതു അവധി ദിനങ്ങളിൽ നിലവിൽ രാവിലെ 6 മുതൽ ഉച്ചതിരിഞ്ഞ് 2 വരെ സ്പെഷ്യൽ ദർശനങ്ങൾക്ക് നിയന്ത്രണമുണ്ട്. നിയന്ത്രണം ശനിയാഴ്ച മുതൽ വൈശാഖ മാസം അവസാനിക്കുന്ന ജൂൺ 6 വരെ തുടരാനാണ് തീരുമാനം. ഈ ദിവസങ്ങളിൽ ശ്രീകോവിൽ നെയ്വിളക്ക് വഴിപാട് ചീട്ടാക്കുന്നവർക്കുള്ള ദർശന സൗകര്യത്തിന് നിയന്ത്രണങ്ങൾ ഉണ്ടാകില്ല. കനത്ത മഴ പെയ്താൽ റോഡിൽ രൂപപ്പെടുന്ന വെള്ളക്കെട്ട് പരിസരവാസികളെയും യാത്രക്കാരെയും ദുരിതത്തിലാക്കുന്നു. മറ്റത്തൂർ പഞ്ചായത്തിലെ വാസുപുരം ചെമ്പൂച്ചിറ റോഡിൽ കോതേങ്കലം ക്ഷേത്ര പരിസരത്താണ് രൂക്ഷമായ വെള്ളക്കെട്ടുള്ളത്. മഴ പെയ്താൽ റോഡിൽ വെള്ളം ഉയരുന്നത് മൂലം സമീപത്തുള്ള വീടുകളിലെ താമസക്കാർക്ക് പുറത്തിറങ്ങാൻ പ്രയാസമാണെന്ന് നാട്ടുകാർ പറഞ്ഞു. റോഡിൽ വീഴുന്ന മഴവെള്ളം ഒഴുകിപ്പോകാനുള്ള സംവിധാനം ഇവിടെ ഇല്ലാത്തതാണ് പ്രശ്നമാകുന്നത്. മഴക്കാലമായാൽ റോഡ് തകർന്ന് സ്ഥിരമായി വെള്ളക്കെട്ടുണ്ടാകുന്ന സ്ഥലമാണിത്. വെള്ളം കെട്ടിക്കിടന്ന് കുഴികൾ രൂപപ്പെടുന്നതിനാൽ മഴക്കാലത്ത് ഇതുവഴിയുള്ള യാത്ര ദുരിതം നിറഞ്ഞതായിരുന്നു. ഈ പ്രശ്നത്തിന് പരിഹാരമായിട്ടാണ് കഴിഞ്ഞ വർഷം ഇവിടെ ടൈൽ വിരിച്ച് റോഡ് നവീകരിച്ചത്. എന്നാൽ മഴവെള്ളം പൂർണ്ണമായി ഒഴുകിപ്പോകാനുള്ള സംവിധാനം ഒരുക്കാൻ അധികൃതർക്കായില്ല. റോഡരികിൽ നിർമ്മിച്ചിട്ടുള്ള ആഴവും വീതിയും കുറഞ്ഞ കാനയിലൂടെ ശരിയായ തോതിൽ വെള്ളം ഒഴുകിപ്പോകാത്തതാണ് റോഡിൽ വെള്ളക്കെട്ട് രൂപപ്പെടാൻ ഇടയാക്കുന്നത്. കനത്ത മഴ പെയ്യുമ്പോൾ 4 അടിയോളം ഉയരത്തിൽ റോഡിൽ വെള്ളം പൊങ്ങുമെന്ന് സമീപവാസിയായ അശോകൻ പറയുന്നു. കഴിഞ്ഞ വർഷം ഈ റോഡിൻ്റെ പണി നടക്കുന്ന സമയത്ത് ഈ റോഡിന് കാനില്ലാതെ ഈ റോഡ് പണിതാണ് ഏറ്റവും വലിയൊരു അപാകത. ഈ അപാകത പരിഹരിക്കുന്നതിന് വേണ്ടി അധികാരികൾ ഇവിടെ റോഡിന് കാനിട്ട് ഈ വെള്ളക്കെട്ട് ഇവിടുന്ന് കളയുക. ഈ കാനുണ്ടാക്കി ഈ വെള്ളത്തിന് ഇവിടുന്ന് ഒഴിവാക്കി തരണം. രാത്രി വണ്ടികൾ അപകടത്തിൽ വിടുന്നു. അതൊക്കെ ഒന്ന് ഒഴിവാക്കാൻ വേണ്ടി അധികാരികൾ ഇത് കണ്ണു തുറന്ന് ഈ വെള്ളക്കെട്ട് ഇവിടുന്ന് ഒഴിവാക്കി തരണമെന്നാണ് ഇപ്പോൾ ഇതിൽ പറയാനുള്ളത്. റോഡിൽ കെട്ടിക്കിടക്കുന്ന വെള്ളം വീടുകളിലേക്കും ഒഴുകിയെത്തുന്നുണ്ട്. പതിവായി റോഡിൽ വെള്ളം കെട്ടി നിൽക്കുന്നത് രോഗഭീതിയും ഉയർത്തുന്നു. കാൽനടക്കാരും ഇരുചക്ര വാഹനയാത്രക്കാരും ഏറെ ക്ലേശിച്ചാണ് ഈ വെള്ളക്കെട്ടിലൂടെ കടന്നു പോകുന്നത്. മഴക്കാലം ആരംഭിച്ചപ്പോഴേക്കും ഇതാണ് അവസ്ഥയെങ്കിൽ കാലവർഷം ശക്തി പ്രാപിക്കുമ്പോൾ ഇതുവഴിയുള്ള യാത്ര അസാധ്യമാകുമെന്നാണ് പ്രദേശവാസികളുടെ ആശങ്ക. വെള്ളക്കെട്ട് ഒഴിവാക്കാൻ അടിയന്തര നടപടി വേണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. TCV കൊടകര.
പുതുക്കാട് തെങ്ങ് മുറിക്കുന്നതിനിടെ ദേഹത്ത് വീണ് തൊഴിലാളി മരിച്ചു. പുതുക്കാട് വടക്കേത്തുറവ് കുടിയൻ വീട്ടിൽ ഔസേപ്പിന്റെ മകൻ 64 വയസ്സുള്ള വിൽസനാണ് മരിച്ചത്. സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ കേടുവന്ന തെങ്ങ് മുറിച്ചു മാറ്റുന്നതിനിടെയാണ് അപകടം. തെങ്ങിൽ നിന്ന് സമീപത്തെ മാവിലേക്ക് കയർ കെട്ടി നിർത്തുന്നതിനിടെ മാവിന്റെ ചില്ല അടർന്നതോടെ തെങ്ങ് ദിശ മാറി വിൽസന്റെ ദേഹത്തേക്ക് മറിഞ്ഞു വീഴുകയായിരുന്നു. ഉടൻ തന്നെ കൂടെയുണ്ടായിരുന്നവർ പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പുതുക്കാട് പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. പാഞ്ഞാൾ തോട്ടത്തിൽ മനയിൽ നടന്നുവരുന്ന മഹാകിരാതരുദ്രയജ്ഞം ശനിയാഴ്ച സമാപിക്കും. മേളത്തിന്റെ അകമ്പടിയോടുകൂടി നടന്ന വേട്ടേക്കരൻ എഴുന്നള്ളിപ്പിൽ 5 ഗജവീരന്മാർ അണിനിരന്നു. വേട്ടേക്കരൻ, ഉച്ചപ്പാട്ട്, പ്രസാദ ഊട്ട് എന്നിവയും ഉണ്ടായിരുന്നു. കഠിന പ്രയത്നം ചെയ്തിട്ടും എന്തുകൊണ്ട് കൃഷി വിജയിക്കുന്നില്ല എന്ന ചോദ്യത്തിന് ഹൃദയം നൽകിയ ഉത്തരമാണ് രഞ്ജിത്തിനെ ഹാർട്ട്ഫുൾനെസ് കൃഷിരീതി എന്ന ആശയത്തിലേക്ക് എത്തിച്ചത്. അമ്പഴക്കാട് സ്വദേശി പനിയിരുത്തി 43-കാരനായ രഞ്ജിത്താണ് ഹൃദയത്തോടൊപ്പം ചേർത്ത് നിർത്തുന്ന കൃഷിരീതി ഏത് കാലാവസ്ഥയിലും അനുയോജ്യമാണെന്ന് സ്വയം സാക്ഷ്യപ്പെടുത്തുന്നത്. $5000 മുതൽ $45,000 രൂപയാണ് ഇത്തരത്തിൽ തോട്ടമൊരുക്കുന്നതിന് ചിലവാകുന്നത്. പ്ലാസ്റ്റിക് ട്രേകളിൽ കമ്പോസ്റ്റ് നിറച്ച് അതിൽ പച്ചക്കറി തൈകൾ നട്ട് ഇരുമ്പുകൊണ്ട് നിർമ്മിച്ച സ്റ്റാൻഡിൽ കയറ്റിവെക്കും. പടരുന്ന ഇനങ്ങൾക്ക് അതിനുള്ള സൗകര്യമൊരുക്കും. തുള്ളിനന കൂടാതെ ചെടികൾക്ക് മുകളിൽ ഫോഗർ രീതിയിൽ വെള്ളം നൽകാനുള്ള സൗകര്യവും ഉണ്ടായിരിക്കും. ഈ രീതിയുടെ ഏറ്റവും വലിയ ഗുണം ഏത് സ്ഥലത്തേക്ക് വേണമെങ്കിലും മാറ്റാമെന്നതാണ്. പടരുന്ന എല്ലാ ഇനങ്ങളും കയ്യെത്തും ഉയരത്തിൽ നിന്ന് വിളവെടുക്കാം. 12 ട്രേയിൽ വളർത്തുന്ന ചെടികളുണ്ടെങ്കിൽ ഒരു കുടുംബത്തിലേക്ക് ആവശ്യമായ എല്ലാ പച്ചക്കറികളും വളർത്താം. 5 മാസം വിളവെടുത്ത ശേഷം ട്രേ മാറ്റി വിളവെടുക്കാൻ പാകമായവ വീണ്ടും സജ്ജീകരിക്കാം. പ്രധാനമായി കമ്പോസ്റ്റ്, സൂക്ഷ്മ മൂലകങ്ങൾ എന്നിവയാണ് മണ്ണിൽ ചേർക്കുന്നത്. ഭൂമി നിരപ്പിൽ നിന്ന് മുകളിലായതിനാൽ കീടങ്ങളുടെയും മറ്റ് ജീവികളുടെയും ശല്യമുണ്ടാകില്ല. പാട്ടത്തിനെടുത്ത ഈ സ്ഥലത്ത് നാടൻ പശുക്കളെയും വളർത്തുന്നുണ്ട്. കയ്യെത്തും ദൂരെ, അതായത് നമുക്ക് കയ്യെത്തുന്ന രീതിയിൽ പച്ചക്കറി പൊട്ടിക്കാനുള്ള ഒരു സ്റ്റാൻഡും അതിനനുബന്ധിച്ച പാവലം, പടവലം, കുക്കുംബർ, വള്ളിപ്പയർ, ഒരു 4 ഐറ്റം വള്ളിയും പടരുന്ന ഒരു പന്തലാണത്. അതുപോലെ വെർട്ടിക്കലായിട്ട് ചെയ്യുന്ന വെണ്ട, കൊത്തമര, വഴുതനങ്ങ, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, പുതിയനില, മല്ലിയില, പയർ, അങ്ങനെയുള്ള സാധനങ്ങൾ ഇതുള്ളതും അതുള്ള സിസ്റ്റമാണ്. ഒരു വീട്ടുകാരന് ആവശ്യമായ എല്ലാവിധ പച്ചക്കറികളും അവനവന് കയ്യെത്താവുന്ന രൂപത്തിൽ കൃഷി ചെയ്ത് എടുക്കുക. അത് വിഷമടിക്കാത്ത നല്ല പച്ചക്കറി കഴിക്കാവുന്ന രീതിയിലുള്ള ഒരു കൃഷിത്തോട്ടം, ഒരു മാതൃക. വള്ളിപ്പയർ, പടവലം, പാവയ്ക്ക, കുക്കുംബർ, പീച്ചിൽ, ചൂരയ്ക്ക, വെണ്ട, വഴുതന, കുറ്റിയമര, കൊത്തമര, തക്കാളി, മുളക്, പുതിന, മല്ലിയില, ചീര, വേപ്പ്, മുരിങ്ങ, ഇഞ്ചി, മഞ്ഞൾ എന്നിവയാണ് രഞ്ജിത്ത് കൃഷി ചെയ്തിട്ടുള്ളത്. കൂടാതെ ആവശ്യക്കാർക്ക് വീടുകളിൽ കയ്യെത്തും ദൂരെ പച്ചക്കറിത്തോട്ടം ഒരുക്കി കൊടുക്കാനും രഞ്ജിത്ത് തയ്യാറാണ്. 10ാം ക്ലാസ് പൂർത്തിയാകാത്ത രഞ്ജിത്ത് കുട്ടിയായിരിക്കുമ്പോൾ അമ്മയോടൊപ്പം പാടത്ത് പോയാണ് കൃഷിയോടടുക്കുന്നത്. പിന്നീട് 15 വർഷം മുൻപാണ് പൂർണ്ണമായി കൃഷിയിലേക്ക് കടക്കുന്നത്. പൂർണ്ണമായി ജൈവരീതിയിൽ ചെയ്യുന്ന 15 ഏക്കറിലെ നെൽകൃഷിയിൽ നിന്നുള്ള 10 ടണ്ണോളം അരി ദുബായിലേക്ക് കയറ്റി അയക്കുന്നുണ്ട്. നാട്ടുകാരായ സുഹൃത്തുക്കൾ ചേർന്ന് നടത്തുന്ന നാച്ചുറൽ ബീറ്റ്സ് ദുബായ് സൂപ്പർ മാർക്കറ്റിലാണ് രഞ്ജിത്തിന്റെ അരിയും സുഹൃത്തുക്കൾ അടക്കമുള്ളവരുടെ പച്ചക്കറികളും വിൽക്കുന്നത്. TCV മാള. പഴുവിൽ സെയിന്റ് ആന്റണീസ് ഫൊറോന പള്ളിയിൽ സ്ഥിതി ചെയ്യുന്ന അർണോസ് പാതിരിയുടെ കബറിടം ജർമ്മൻ സംഘം സന്ദർശിച്ചു. വികാരി ഫാദർ ഡോക്ടർ വിൻസെന്റ് ചെറുവത്തൂർ സംഘത്തെ സ്വീകരിച്ചു. കേരളത്തിലെ പ്രതിനിധികളായി ഫാദർ മാത്യു എലഞ്ചിപ്പുറം, ഫാദർ സണ്ണി ജോസ്, ഫാദർ ബിനോയ് ജേക്കബ് എന്നിവരുമായാണ് സന്ദർശനം നടത്തിയത്. കൊടുങ്ങല്ലൂരിൽ കല്ലുമ്മക്കായ വിളവെടുപ്പ് നടന്നു. ചാലക്കുളത്ത് കൊച്ചിയിലെ കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനത്തിന്റെ പൂർണ്ണ സാങ്കേതിക സഹായത്തോടുകൂടിയാണ് കല്ലുമ്മക്കായ കൃഷി ചെയ്തത്. കേന്ദ്ര സർക്കാരിന്റെ SC/SP പദ്ധതിയിൽ ഉൾപ്പെടുത്തി പട്ടികജാതി വിഭാഗങ്ങൾക്കായി 100% സബ്സിഡിയോടുകൂടിയാണ് പദ്ധതി നടപ്പിലാക്കിയത്. കൊടുങ്ങല്ലൂർ നഗരസഭാ ചെയർപേഴ്സൺ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. വാർഡ് കൌൺസിലർ KS ശിവറാം അധ്യക്ഷത വഹിച്ചു. പ്രതിപക്ഷ നേതാവ് TS സജീവൻ, SC/SP ചെയർമാൻ ഡോക്ടർ K മധു, CMFRI സീനിയർ സയന്റിസ്റ്റ് ഡോക്ടർ R വിദ്യ,
ടെക്നിക്കൽ ഓഫീസർ PS അലോഷ്യസ് തുടങ്ങിയവർ സംസാരിച്ചു. ശ്രീനാരായണപുരം പൂവത്തുംകടവിൽ ദേശീയപാതാ നിർമ്മാണ സ്ഥലത്തു നിന്നും ഇരുമ്പ് സാധനങ്ങൾ മോഷ്ടിച്ചയാൾ പിടിയിൽ. തമിഴ്നാട് തെങ്കാശി സ്വദേശി കുബേന്ദ്രനെയാണ് മതിലകം പോലീസ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ദിവസമാണ് വെമ്പല്ലൂരിൽ ആക്രിക്കട നടത്തുന്ന കുബേന്ദ്രൻ ഇരുമ്പ് സാധനങ്ങൾ മോഷ്ടിച്ചത്. തുടർന്ന് നിർമ്മാണ കമ്പനി അധികൃതർ നൽകിയ പരാതിയിൽ മതിലകം പോലീസ് ഇൻസ്പെക്ടർ K. നൌഫലിന്റെ നേതൃത്വത്തിലാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. മറ്റത്തൂർ കടമ്പോട് പ്രദേശത്ത് കനാൽ കവിഞ്ഞൊഴുകുന്നത് വീടുകൾക്ക് ഭീഷണിയായി. കടമ്പോട് കലാസമിതി റോഡ് കനാൽ ബണ്ടിൽ അവസാനിക്കുന്ന ഭാഗത്താണ് മറ്റത്തൂർ ഇറിഗേഷൻ കനാൽ കവിഞ്ഞൊഴുകുന്നത്. ടാറിംഗ് റോഡിലേക്ക് കനാലിൽ നിന്ന് വെള്ളം കുത്തിയൊഴുകുന്നത് റോഡിനും സമീപത്ത് വീടുകൾക്കും ഭീഷണിയായിരിക്കുകയാണ്. ഇവിടെയുള്ള കനാൽ പാലത്തിന് ചുവടെ കരിങ്കൽക്കെട്ട് ഇടിഞ്ഞു കിടക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങളായെങ്കിലും പുനർനിർമ്മിക്കാൻ ഇറിഗേഷൻ അധികൃതർ തയ്യാറായിട്ടില്ല. മഴക്കാലത്ത് ശക്തമായ ഒഴുക്കുണ്ടായാൽ കനാൽ ദുർബലമായ ഭാഗത്ത് ബണ്ടിടിഞ്ഞ് പരിസരത്തുള്ള വീടുകൾക്ക് നാശം സംഭവിക്കുമെന്ന ആശങ്കയിലാണ് നാട്ടുകാർ. പണ്ഡിറ്റ് KP കറുപ്പന്റെ ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി കൊടുങ്ങല്ലൂർ മേഖലയിലെ ഹൈസ്കൂൾ UP വിദ്യാർത്ഥികൾക്ക് വേണ്ടി നവോത്ഥാനകാല ചരിത്രം വിഷയമാക്കി പ്രശ്നോത്തരി സംഘടിപ്പിച്ചു. കല്യാണദായിനി സഭാ പ്രസിഡന്റ് തങ്കരാജ് ആനാപ്പുഴ ഉദ്ഘാടനം ചെയ്തു. CS ശ്രീകുമാർ, KN ജ്യോതിഷ്, NC മണിലാൽ, PB മുരളീമോഹൻ, NA രാജീവ് തുടങ്ങിയവർ സംസാരിച്ചു. നടത്തറ പഞ്ചായത്ത്, കുടുംബശ്രീ, CDS, വിവിധ സഹകരണ സ്ഥാപനങ്ങളും സംയുക്തമായി സംഘടിപ്പിക്കുന്ന നടത്തറ നാട്ടുത്സവം മൂർക്കനിക്കര സ്കൂൾ ഗ്രൗണ്ടിൽ 18 മുതൽ 26 വരെ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. റവന്യൂ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് K. രാജൻ നാട്ടുത്സവം ഉദ്ഘാടനം ചെയ്യും. നാട്ടുത്സവത്തിൽ അമ്യൂസ്മെന്റ് പാർക്ക്, ശിങ്കാരിമേളം, ഫ്യൂഷൻ, വീരനാട്യം, ഗാനമേള, നാടൻപാട്ട് തുടങ്ങിയ വിവിധ കലാപരിപാടികളും വിവിധ തരം ഭക്ഷണശാലകളുടെ സ്റ്റാളുകളും ഒരുക്കിയിട്ടുണ്ട്. വാർത്താസമ്മേളനത്തിൽ നടത്തറ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീവിദ്യ രാജേഷ്, വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PR രജിത്ത്, ജനറൽ കൺവീനർ T. ശ്രീകുമാർ, EN സീതാലക്ഷ്മി, PK അഭിലാഷ് തുടങ്ങിയവർ പങ്കെടുത്തു. കഴിഞ്ഞ 38 വർഷമായി ഡയറി എഴുത്തിൽ സജീവമാണ് പെരിഞ്ഞനം സ്വദേശിയും വ്യാപാരിയുമായ ഏറാട്ട് ഉത്തമൻ. അതും വെറും ഡയറി എഴുത്തല്ല, വ്യക്തിപരമായ കാര്യങ്ങൾക്ക് പുറമെ ഒരു ദിവസത്തെ മുഴുവൻ സംഭവങ്ങളും കൂടി ആ ഡയറിയിൽ സ്ഥാനം പിടിക്കും. പുതുതലമുറയ്ക്ക് കേട്ടുകേൾവി പോലുമില്ലാത്ത പഴയ നാണയങ്ങൾ, പ്രധാന സംഭവങ്ങളുടെ വിവിധ പത്ര കട്ടിങ്ങുകൾ, പങ്കെടുത്ത വിവാഹങ്ങളുടെ 600-ലധികം താങ്ക്സ് കാർഡുകൾ, മൺമറഞ്ഞ പ്രിയപ്പെട്ടവരുടെ ഫോട്ടോകൾ, പഴയകാലത്തെ പാസ്പോർട്ടുകൾ, ലോകരാജ്യങ്ങളുടെ സ്റ്റാമ്പുകൾ തുടങ്ങി പഴമയും പുതുമയും ഇഴചേർന്ന ദൃശ്യാനുഭവം ഉത്തമന്റെ വീട്ടകത്തെ വേറിട്ടതാക്കുന്നു. വീടിന്റെ മുറികളിലെ ഷെൽഫിൽ ഇവയെല്ലാം ആൽബങ്ങളാക്കി സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. 1985 മുതലാണ് ഡയറി എഴുത്തിനോട് ഉത്തമന് പ്രിയം തോന്നുന്നത്. പെരിഞ്ഞനം സെന്ററിലുള്ള സ്വന്തം കടയിലിരുന്ന് ഒഴിവു സമയങ്ങളിലായിരുന്നു എഴുത്ത്. പിതാവായ കൊച്ചാണ്ടിയെ സഹായിക്കാനായിരുന്നു ആദ്യകാലത്ത് കടയിൽ എത്തിയിരുന്നത്. ആധ്യാത്മിക പുസ്തകങ്ങൾ ഉൾപ്പെടെ നിരവധി പുസ്തകങ്ങൾ വാശിയോടെ വായിച്ചു തീർത്തിരുന്ന സമയം കൂടിയായിരുന്നു അത്. ഡയറി എഴുത്ത് ഹരമായതോടെ അതാത് ദിവസം കടയിൽ വരുന്നവരുടെയും പരിചയപ്പെടുന്നവരുടെയും മറ്റു വിശേഷങ്ങളും ഉത്തമൻ ഡയറിയിലാക്കാൻ തുടങ്ങി. പിതാവിന്റെ മരണശേഷം കടയുടെ നടത്തിപ്പുകാരനായെങ്കിലും തിരക്കുകൾ ഡയറി എഴുത്തിന് തടസ്സമായില്ല. അന്നു മുതൽ എഴുതിയ ഡയറികളെല്ലാം ഭദ്രമായി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. 1818 മുതലുള്ള നാണയങ്ങളാണ് മറ്റൊരു ശേഖരം. ഓട്ടക്കാലണയുൾപ്പെടെ ശേഖരത്തിലുണ്ട്. പങ്കെടുത്ത കല്യാണങ്ങളുടെ താങ്ക്സ് കാർഡുകൾ കളയാതെ അതും ആൽബത്തിനുള്ളിലാക്കി. ജീവിതയാത്രക്കിടയിൽ വിട പറഞ്ഞ ബന്ധുക്കളും സുഹൃത്തുക്കളും പരിചയക്കാരും ഉത്തമന്റെ ശേഖരത്തെ വേറിട്ടതാക്കുന്നു. മരിച്ച ദിവസം മറ്റ് വിശദാംശങ്ങളെല്ലാം ഇവരുടെ ഫോട്ടോയ്ക്കൊപ്പമുണ്ട്. യാത്രകൾ ഏറെ ഇഷ്ടപ്പെടുന്ന ഉത്തമൻ ഇതുവരെ നടത്തിയ യാത്രകളിൽ പരിചയപ്പെട്ടവരുടെ ഫോട്ടോകളും സ്വന്തം ഫോട്ടോകൾക്കൊപ്പം ആൽബത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിലെ പല കാര്യങ്ങളും നമുക്ക് പിന്നീട് ഓർമ്മിക്കാൻ ഒരു അവസരമില്ലാത്ത ഇത് വരുമ്പോൾ നമുക്ക് നമ്മുടെ ഡയറിയിലൂടെ അത് തിരിച്ചെടുക്കാൻ കഴിയും. എൻ്റെ സ്വകാര്യമായ കാര്യങ്ങൾ എഴുതി തുടങ്ങുകയും പിന്നീട് നമ്മൾ സമൂഹവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ ആ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഡയറിൽ ഉൾക്കൊള്ളിക്കാറുണ്ട്. നമുക്ക് ഇഷ്ടപ്പെട്ട പുറം ലോകമായിട്ടുള്ള കാര്യങ്ങളും ഇന്ത്യയെ സംബന്ധിച്ചുള്ള കാര്യങ്ങളും വരുമ്പോൾ അതും ഞാൻ എൻ്റെ ഡയറിൽ പ്രത്യേക കോളങ്ങൾ തന്നെ കൊടുത്ത് എഴുതാറുണ്ട്. നാട്ടിലെ ഒട്ടുമിക്ക കാര്യങ്ങളും ഉത്തമന്റെ ഡയറിയിൽ ഭദ്രമാണ്. കടയിലെ തിരക്കുകൾക്കിടയിലും പതിവ് തെറ്റാതെ പുതിയ വിശേഷങ്ങൾ ഡയറിയിലാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഉത്തമൻ. TCV കയ്പമംഗലം. മറ്റത്തൂർ കുഴിക്കാണി തോട്ടിൽ പാഴ്ചെടികൾ വളർന്നു നിൽക്കുന്നത് നീരൊഴുക്കിന് തടസ്സമാകുന്നു.
കൊടകര കുമ്പാരത്തറയിൽ നിന്ന് മറ്റത്തൂർ പടിഞ്ഞാട്ടുമുറിയിലേക്ക് പോകുന്ന റോഡിലെ പാലത്തിനോട് ചേർന്നാണ് തോട്ടിൽ പാഴ്ചെടികൾ നിറഞ്ഞിട്ടുള്ളത്. മഴക്കാലമായാൽ വെള്ളം ഒഴുകിയെത്തുന്ന തോട്ടിൽ നീരൊഴുക്കിന് തടസ്സം സൃഷ്ടിച്ച് വളർന്നു നിൽക്കുകയാണ് ചെടികൾ. കാലവർഷം ആരംഭിക്കും മുൻപേ ഇവ വെട്ടിനീക്കി ഒഴുക്ക് സുഗമമാക്കിയില്ലെങ്കിൽ സമീപത്തെ കൃഷിയിടങ്ങൾ മുങ്ങും. തോട് കവിഞ്ഞൊഴുകി വീടുകളിലേക്ക് വെള്ളം കയറുവാനും ഇടയാകും. 3 പഞ്ചായത്തുകളുടെ അതിർത്തിയിലൂടെയാണ് കുഴിക്കാണിത്തോട് ഒഴുകുന്നത് എന്നതിനാൽ തോട് വൃത്തിയാക്കാൻ പഞ്ചായത്തുകൾ സംയുക്തമായി ഇടപെടണം എന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ചാലക്കുടി കാർമൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഗോൾഡൻ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി സംഘാടക സമിതി ഓഫീസ് തുറന്നു. ബെന്നി ബെഹനാൻ MP ഉദ്ഘാടനം നിർവഹിച്ചു. സ്കൂൾ മാനേജർ ഫാദർ അനൂപ് പുതുശ്ശേരി അധ്യക്ഷത വഹിച്ചു. TJ സനീഷ് കുമാർ ജോസഫ് MLA, മുനിസിപ്പൽ ചെയർമാൻ എബി ജോർജ്, വാർഡ് കൌൺസിലർ ബിന്ദു ശശികുമാർ തുടങ്ങിയവർ സംസാരിച്ചു. വാർഡ് കൌൺസിലർ ശ്രീമതി ബിന്ദു ആഘോഷ പരിപാടികൾ വളരെ ഗംഭീരമായി വർണ്ണോജ്ജലമായി ഗുരുവായൂർ ക്ഷേത്ര പാരമ്പര്യ പുരാതന നായർ തറവാട്ട് കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ മാധ്യമപ്രവർത്തകൻ A. വേണുഗോപാലനെ അനുസ്മരിച്ചു. നഗരസഭാ ചെയർമാൻ M. കൃഷ്ണദാസ് അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കൂട്ടായ്മ പ്രസിഡന്റ് KT ശിവരാമൻ നായർ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി അനിൽ കല്ലാറ്റ്, കോർഡിനേറ്റർ രവി ചങ്കത്ത്, വിവിധ സംഘടനാ സാരഥികളായ PP വർഗീസ്, ശ്രീകുമാർ P. നായർ തുടങ്ങിയവർ സംസാരിച്ചു. പലപ്പോഴും ആശയപരമായി ഉണ്ടായിട്ടില്ല. പക്ഷേ അതൊക്കെ ഉണ്ടെങ്കിലും പരസ്പര സമയത്ത് ഇവിടെ നിന്നും ഇവിടെ ജനിച്ച് ആരെയൊക്കെ ആദരിക്കും. ചാലക്കുടി പുഴയിൽ സർവ്വസാധാരണമായി ചീങ്കണ്ണികൾ. അതിരപ്പള്ളി വെള്ളച്ചാട്ടം മുതൽ തുമ്പൂർമുഴി വരെ ചീങ്കണ്ണികളുടെ സാമീപ്യമുണ്ട്. അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിന് താഴെ വിനോദസഞ്ചാരികൾ കുളിക്കാനിറങ്ങുന്നിടത്ത് ചീങ്കണ്ണിയും കുഞ്ഞുങ്ങളുമുണ്ട്. കണ്ണൻകുഴി, വെറ്റിലപ്പാറ, തുമ്പൂർമുഴി, പത്തയ്യാർ തുടങ്ങിയ സ്ഥലങ്ങളിലും പുഴയിൽ സ്ഥിരമായി ചീങ്കണ്ണികളെ കണ്ടുവരുന്നു. പ്രളയത്തിൽ ഒഴുകി വന്നവയാണ് പിന്നീട് മുട്ടയിട്ട് പെരുകി അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിന് താഴെയുള്ള പ്രദേശങ്ങളിൽ ഇപ്പോൾ കണ്ടുവരുന്നത്. ചാലക്കുടി പുഴയിലെ മത്സ്യക്കലവറയാണ് ചീങ്കണ്ണികളുടെ ആവാസ വ്യവസ്ഥയ്ക്ക് അനുകൂലമായ ഘടകം. കാരമുക്ക് പൂത്തൃക്കോവ് നരസിംഹമൂർത്തി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിനത്തോടനുബന്ധിച്ച് കലാസാംസ്കാരിക സന്ധ്യ സംഘടിപ്പിച്ചു. പെരുവനം കുട്ടന്മാരാർ ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റ് ഷാജി കുറുപ്പത്ത് അധ്യക്ഷനായി. അന്തിക്കാട് പത്മനാഭൻ, ക്ഷേത്രം തന്ത്രി പഴങ്ങാപ്പറമ്പ് മന കൃഷ്ണൻ നമ്പൂതിരി, ക്ഷേത്രം ട്രസ്റ്റി ചെങ്ങല്ലൂർ മന മുകേഷ് നമ്പൂതിരി എന്നിവർ പങ്കെടുത്തു. എൻ്റെ പ്രിയ സുഹൃത്ത് ഹരിദാസേട്ടൻ, ഏവർക്കും നമസ്കാരം. ദുർബലമായ ഒരു അന്തരീക്ഷം കൂടി സഹായത്തോടെ വളരെയധികം സന്തോഷം. ലോക തിടുമ്പ് ഭക്തജനങ്ങൾ. മണലൂർ പഞ്ചായത്ത് 4-ാം വാർഡിൽ ജൈവ പച്ചക്കറി കൃഷി വിളവെടുപ്പ് പഞ്ചായത്ത് അംഗം രാകേഷ് കണിയാമ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് PS പ്രസാദ് അധ്യക്ഷത വഹിച്ചു. ബാങ്ക് വൈസ് പ്രസിഡന്റ് VG രാധാകൃഷ്ണൻ, സെക്രട്ടറി ബീന, ബോർഡ് അംഗങ്ങളായ ജോസ്, ശോഭിക രവീന്ദ്രൻ, BP ആന്റണി എന്നിവർ സംസാരിച്ചു. മികച്ച കർഷക ശോഭിക രവീന്ദ്രന്റെ നേതൃത്വത്തിൽ സൗജന്യമായി ലഭ്യമായ തൈ ഉപയോഗിച്ചാണ് കൃഷി ചെയ്തത്. ദേശീയ ഡെങ്കിപ്പനി വിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി കടങ്ങോട് പഞ്ചായത്തിന്റെയും കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉറവിട നശീകരണ സ്ക്വാഡ് പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ ഉദ്ഘാടനം ചെയ്തു. ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ പ്രസന്നൻ, പഞ്ചായത്ത് അംഗങ്ങളായ ടെസി ഫ്രാൻസിസ്, സൈബുന്നിസ ഷറഫു എന്നിവർ സംസാരിച്ചു. ആരോഗ്യ പ്രവർത്തകർ, ആശാപ്രവർത്തകർ, CDS അംഗങ്ങൾ, കുടുംബശ്രീ പ്രവർത്തകർ എന്നിവർ സ്ക്വാഡ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ചാഴൂർ ദുബായ് റോഡ് ബ്ലോസം അംഗൻവാടിയിൽ 42 വർഷക്കാലത്തെ സേവനത്തിന് ശേഷം വിരമിക്കുന്ന സുമന ടീച്ചർക്ക് അംഗൻവാടി സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ യാത്രയയപ്പ് നൽകി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അമ്പിളി സുനിൽ യാത്രയയപ്പ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MK ഷൺമുഖൻ അധ്യക്ഷനായി. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AN ജോഷി, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിനീത ബെന്നി തുടങ്ങിയവർ പങ്കെടുത്തു. ഉണ്ണാൻ, ഉറങ്ങാൻ, അതുപോലെ തന്നെ ജീവിതത്തിൻ്റെ ഏറ്റവും നല്ല രീതിയിലുള്ള ബാലപാഠങ്ങളെല്ലാം പഠിപ്പിച്ച് നമ്മളെ ഈ ഒരു രീതിയിലേക്കും നമ്മളുടെ മക്കളെ
പ്രധാന വാർത്തകൾ വീണ്ടും. വരന്തരപ്പള്ളി കലവറക്കുന്ന കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ 5 വയസ്സുകാരന് മരുന്ന് മാറി നൽകിയ സംഭവം ഡെപ്യൂട്ടി ഡിഎംഒയുടെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചു. സർക്കാർ സ്കൂളുകൾക്കായി MLA ഫണ്ട് ഉപയോഗിച്ച് വാങ്ങിയ ബസ്സുകൾ തുരുമ്പെടുത്ത് നശിക്കുന്നു. അന്തിക്കാട് ബ്ലോക്കിലെ 3 പഞ്ചായത്തുകളിലായി സർക്കാർ സ്കൂളുകൾക്കായി അനുവദിച്ച ബസ്സുകളാണ് തുരുമ്പെടുത്ത് നശിക്കുന്നത്. മൂർക്കനാട് ഇരട്ടക്കൊലപാതക കേസിലെ 2 പ്രതികൾ കൂടി പിടിയിലായി. പുറത്തുശ്ശേരി സ്വദേശികളായ അഭിഷേക്, ഡിവിൻ എന്നിവരാണ് അറസ്റ്റിലായത്. ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 16ആയി. അന്തിക്കാട് മങ്ങാട് കടന്നൽ കുത്തേറ്റ് ചികിത്സയിലായിരുന്ന +2 വിദ്യാർത്ഥി മരിച്ചു. തളിക്കുളം സ്വദേശി അനന്തു കൃഷ്ണനാണ് മരിച്ചത്. പാലപ്പള്ളി-കുണ്ടായി ചൊക്കന പ്രദേശത്ത് വീണ്ടും പുലിയിറങ്ങി. പട്രോളിംഗിനിറങ്ങിയ വനപാലകരാണ് റബ്ബർ തോട്ടത്തിൽ പുലിയെ കണ്ടത്. വേലൂരിൽ തെരുവ് നായ്ക്കളുടെ ആക്രമണത്തിൽ 4 ആടുകൾ ചത്തു. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.